വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026-27 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജുകൾക്ക് നേരെ നിങ്ങളുടെ അവിടുത്തെ റാങ്ക് എത്രയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് എത്രയെന്ന് അതിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിന്നും നിങ്ങളെ ബന്ധപ്പെടും. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഈ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് ലഭ്യമായിട്ടുണ്ടാവും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവിടെ ഒരു സീറ്റാണ് വേക്കൻ്റ് ഉള്ളെങ്കിൽ ആദ്യത്തെ ആളെ വിളിക്കും, അയാളില്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും. ഓക്കെ, അതിന് സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, ഈ സീറ്റ് വേക്കൻസി തിങ്കളാഴ്ച മുതൽ ഓരോ ദിവസവും അഡ്മിഷൻ്റെ ദിവസം കഴിയുന്നത് വരെ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സൈറ്റിൽ സീറ്റ് വേക്കൻറ്റ് കാണാവുന്നതാണ്. ഒരു ഉദാഹരണം നമ്മളെടുത്തു, യൂണിവേഴ്സിറ്റി സെൻറ്റർ ചാലക്കുടി. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ കോഴ്സിനും, കൊമേഴ്സിനും 1, ഇംഗ്ലീഷിന് 2 ഇങ്ങനെ കാണാവുന്നതാണ്. ഇനി എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച കൊമേഴ്സിലെ ഒരു 1ാമത്തെ റാങ്കാരൻ വന്നു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ 0 കാണുന്ന ഈ മാത്തമാറ്റിക്സിൽ ഉള്ള ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും, വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ തിങ്കളാഴ്ച ചിലപ്പോൾ ഇവിടെ സീറ്റ് 1 വരാം. അങ്ങനെ ഇതിലൊക്കെ മാറ്റങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, റാങ്ക് നില പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവേശനത്തിനായി ഒഴിവുകൾ ഉള്ള കോളേജുകൾ റാങ്ക് അനുസരിച്ച് വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള സീറ്റിനനുസരിച്ച് കോളേജുകൾ എന്ത് ചെയ്യും, വിദ്യാർത്ഥികളെ ബന്ധപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടത് ഈ വരുന്ന ജൂലൈ 29-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ SC/ST OEC വിദ്യാർത്ഥികൾ 155 രൂപയും മറ്റു വിദ്യാർത്ഥികൾ 610 രൂപയും മാൻഡേറ്ററി ഫീ അടക്കേണ്ടതുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഇതിന്റെ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ഈ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് നിന്ന് ഒഴിവുള്ള സീറ്റുകൾ നികത്തിക്കൊണ്ടുള്ള അഡ്മിഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു അലോട്ട്മെന്റ് ഒന്നും വരാനില്ല എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.